വഖഫ് നിയമത്തിൽ ഉണ്ടായിരുന്ന ഭരണഘടനാ വിരുദ്ധതയാണ്. അപ്പം ഇപ്പോൾ പറയുന്നു ഈ വഖഫ് നിയമ ഭേദഗതി മുഴുവൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിൽ ഈ കേസുകളൊക്കെ പോയിരിക്കുന്നതെന്ന് ഓർക്കണം. പക്ഷേ ഇതിനുവേണ്ടി കേസ് കൊടുത്ത കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ കേരള സർക്കാരോ മറ്റ് ആരുമോ വഖഫ് ആക്ട് 1995 അതിൻ്റെ അമെൻമെൻറ്റ് 2013 നടന്ന അമെൻമെൻറ്റിലും ഉള്ള ഭീമമായ ഭരണഘടനാ വിരുദ്ധതയെ കാണാൻ കണ്ണില്ലാത്തവരാണ് എന്നതാണ്. ഭരണഘടനാ വിരുദ്ധത ഇതുപോലെ ഞാൻ ABC മലയാളം ചാനലിൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഇതുപോലൊരു നിയമം ഇവിടെ ഇന്ത്യയിൽ എനിക്ക് ഷാജൻ സ്കറിയ സാറിനോട് പറയാനുള്ളൊരു അഭ്യർത്ഥന കൂടിയാണത്. അതായത് ഈ 1995 ഈ വഖഫ് നിയമവും 2013 അമെൻമെൻറ്റും ഇതുപോലെ തയ്യാറാക്കാൻ സാമാന്യ ബോധമുള്ള ഭരണഘടനയെ മാനിക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് അല്പമെങ്കിലും വില കൊടുക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമായിരുന്നോ? എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഷാജൻ സ്കറിയ സാറ് കണ്ടെത്തണമെന്നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? വളരെ വ്യക്തമായും തീവ്രവാദപരമായ നിലപാടുകൾ, ഭീകരമായ നിലപാടുകൾ ഉള്ളവരായിരിക്കണം ഈ 1995 ഈ നിയമം ഉണ്ടാക്കുന്നതിൽ പുറകിലുണ്ടായിരുന്നത് എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലൊരു നിയമം, കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഇന്ത്യയിൽ ഇതുപോലൊരു നിയമം എങ്ങനെ വരും? സെക്ഷൻ 40 ഒരു ഭൂമി വഖഫാണെന്ന് വിശ്വസിക്കാൻ വഖഫ് ബോർഡിന് കാരണമുണ്ടെങ്കിൽ, വഖഫാണെന്ന് വിശ്വസിക്കാൻ വഖഫ് ബോർഡിന് കാരണമുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ശേഖരിച്ച് ഡിസൈഡ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞു വച്ചിരിക്കുക. സെക്ഷൻ 40. അപ്പോൾ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുക 300 ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A വെച്ച് ഒരു ഭൂമിയുടെ മേലുള്ള ആളുകളുടെ അവകാശം, ടൈറ്റിൽ, റൈറ്റ് ടു ടൈറ്റിൽ, ഈ റൈറ്റ് ടു ടൈറ്റിൽ ഒരു കോടതിയുടെ വിധിയിലൂടെ അല്ലാതെ മാറിപ്പോവുകയില്ല എന്ന് ഭരണഘടനയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 300A എഴുതി വച്ചിരിക്കുക. ഒരു കോടതിയുടെ വിധിയിലൂടെ അല്ലാതെ ആരുടെയും ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശം അത് മാറിപ്പോവുകയില്ല. അതിൻ്റെ ഇപ്പോൾ ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമി കോടതി വിധിയിലൂടെ അല്ലാതെ അയാളുടെ പേരിൽ നിന്ന് മാറിപ്പോവുകയില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? 2019 എന്ത് സംഭവിച്ചു? 2019 മുനമ്പത്തെ ഈ 600ഓളം കുടുംബങ്ങൾ അവരുടെ പേരിലുള്ള ഭൂമി പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയി. 2019 വഖഫ് ബോർഡ് CEO ആയിരുന്ന പാണക്കാട് റഷീദ് അലി തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ നേതാവായിരിക്കുന്ന പാണക്കാട് റഷീദ് അലി തങ്ങൾ ഓർഡർ ഇട്ടു, ഇത് രജിസ്ട്രിയിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. 2009 ജൂൺ 24 നിസാർ കമ്മീഷന് അന്നത്തെ വഖഫ് ബോർഡ് CEO ആയിരുന്ന BM ജമാൽ, കാസർഗോഡുകാരൻ, നല്ല കോൺഗ്രസ് നേതാവ്, അദ്ദേഹം അന്ന് ഓർഡർ ഇട്ടു, മുനമ്പം വഖഫ് ഭൂമിയാണ്, ഓർഡർ ഇട്ടു. അപ്പോൾ കോൺഗ്രസ് ഈയിടക്ക് അവിടെ വന്നിട്ട് പറഞ്ഞു, മുനമ്പം പ്രശ്നത്തിനും വഖഫ് നിയമത്തിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അല്ല, അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, എങ്കിൽ അങ്ങ് പറയ്,
ഏതു നിയമം വെച്ചിട്ടാണ് ഈ മുനമ്പങ്കാരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി, ആ റൈറ്റ് ടു ദ ലാൻഡ്, അതെങ്ങനെയാ, ടൈറ്റിൽ എങ്ങനെയാ മാറിപ്പോയത്? മറ്റേതു നിയമം വെച്ചിട്ടാണ്? അഡ്വക്കേറ്റ് ശ്രീ വി ഡി സതീശൻ പറയട്ടെ, മറ്റേതു നിയമം വെച്ചിട്ടാണ് മുനമ്പങ്കാരുടെ റൈറ്റ് ടൈറ്റില് മാറിപ്പോയത്? ശ്രീ റോയ് കുരിശിങ്കൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വഖഫ് നിയമമായിട്ട് ബന്ധമില്ല മുനമ്പം പ്രശ്നത്തിന്, പക്ഷേ സൊല്യൂഷനുണ്ട്. എങ്ങനെ? നമ്മുടെ കേരള സർക്കാർ വഖഫ് നിയമത്തിലെ 97 സെക്ഷൻ 97 അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ ഈ പ്രശ്നമൊക്കെ അതോടുകൂടി തീർന്നു എന്നാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ചെറായിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. സെക്ഷൻ 97 എന്താണെന്ന് താങ്കൾക്ക് വല്ല വിവരമുണ്ടോ? ശ്രീ വി ഡി സതീശ അഡ്വക്കേറ്റാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, വായിക്കണം മര്യാദക്ക്. വി ഡി സതീശന് ഞാൻ കുറ്റം പറയില്ല, അദ്ദേഹത്തെ പറ്റിച്ചതാണ്. ആരാന്നറിയാവോ? മറ്റൊരു അഡ്വക്കേറ്റാ. അതാരാണെന്ന് നമ്മുടെ സ്റ്റാലിൻ ദേവൻ സാറിന് കൃത്യമായിട്ട് അറിയാം. മുഹമ്മദ് ഷാ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ പറ്റിച്ചത്. അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹമാണ് ഈ ആശയം തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചാനലുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് ഈ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന വി ഡി സതീശനും അത് തന്നെ പറഞ്ഞു. 97 എന്താ 97 പറയുന്നത്? ഞാനത് ശക്തമായൊരു ലേഖനം അതിന് പിന്നേലെ എഴുതിയിരുന്നു. 97 മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് എന്താ അവിടെ പറയുന്നത്? സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന സർക്കാരിന് വഖഫ് ബോർഡിന് നിർദ്ദേശങ്ങൾ കൊടുക്കാം, അത് വഖഫ് ബോർഡ് സ്വീകരിക്കാം. ഇതാണ് 97 ഉള്ളത്. അപ്പോൾ മുഹമ്മദ് ഷാ ചാനൽ ചർച്ചകളിലെല്ലാം ഇരുന്ന് പറഞ്ഞ എങ്ങനെയാണെന്ന് അറിയാവോ? ആ ഫസ്റ്റ് പാർട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു. ഏതാ ഫസ്റ്റ് പാർട്ട്? സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇത്രയും സാധനം അങ്ങോട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അവസാനത്തെ ഭാഗം എടുത്തു. എന്തെളുപ്പമാ! എന്താ അവസാനത്തെ രണ്ടാമത്തെ ഭാഗം എന്താ? കേരള സർക്കാർ വഖഫ് ബോർഡിന് നിർദ്ദേശം കൊടുക്കുക, വഖഫ് ബോർഡ് അങ്ങോട്ട് കാര്യങ്ങൾ പിൻവലിക്കുക. എല്ലാം എളുപ്പം. എന്നിട്ട് അതും വെച്ച് നടക്കുക. പഠിക്കാതെ ഞങ്ങളുടെ നേതാവ് ഒന്നും പറയാറില്ലെന്നാണ് ഇപ്പോൾ പ്രചാരണം. കേട്ടോ നിങ്ങളത്? ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. പാവം കോൺഗ്രസ് അണികളോട്, അതായത് ഇതുവരെ ഞാൻ വോട്ട് ചെയ്തു വന്ന കോൺഗ്രസിനോട്, കൈപ്പത്തിക്കാരോടാണ് പറയുന്നത്, ഇത്രയ്ക്ക് നിങ്ങൾ തരം താഴരുത്. നിങ്ങളുടെ നേതാവ് പറയുന്നത് സത്യമാണോ എന്ന് വായിച്ചു നോക്കാനുള്ള വിവരമെങ്കിലും നിങ്ങൾക്കില്ലേ? മലയാളം വായിച്ചിട്ടില്ലേ? മലയാളം പഠിച്ചിട്ടില്ലേ? ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ? വായിച്ചു നോക്കുക, സ്വയം വായിച്ച് മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സെക്ഷൻ 40 പ്രിയപ്പെട്ടവരെ ഭരണഘടനാ വിരുദ്ധമാണ്, അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ്, വളരെ വ്യക്തമായും. അതുകൊണ്ട് ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. ഭരണഘടനാ വിരുദ്ധമായ സെക്ഷൻ 40 പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ഈ ഭരണഘടനാ വിരുദ്ധമായത് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ, പലത് പറയാനുണ്ട്. ഞാനതിൽ ഏതാനും ചിലത് മാത്രം പറയാം. അതായത് ഈ സെക്ഷൻ 40 മാത്രമല്ല, 83(4). എന്താ 83(4) പറയുന്നത്? അതായത് ഈ വഖഫ് ബോർഡ് ഒരു ഭൂമി വഖഫാണെന്ന് പ്രഖ്യാപിച്ചാൽ വഖഫ് ട്രിബ്യൂണൽ അതങ്ങനെയല്ല എന്ന് പറയുന്നതുവരെ വഖഫ് ബോർഡിൻ്റെ വിധി അന്തിമമാണ്. അപ്പോൾ അതിനോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പോകേണ്ടത് എവിടെയാണ്? സിവിൽ കോടതിയിൽ അല്ല, പിന്നെ എവിടെയാണ്? വഖഫ് ട്രൈബ്യൂണലിലാണ്. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് സിവിൽ കോടതിയുടെ തുല്യമായ സ്ഥാനം കൊടുത്തിരിക്കുന്നുവെന്നാണ്. അല്ല, അപ്പോൾ സിവിൽ കോടതിയുടെ തുല്യമായ സ്ഥാനമാണെങ്കിൽ സിവിൽ കോടതിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, അതുപോലെ തന്നെ എവിഡൻസ്, കൃത്യമായി ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇത് രണ്ടും സിവിൽ കോടതികളിൽ പാലിക്കപ്പെടുന്നതാണ്.
പക്ഷേ വഖഫ് ട്രൈബ്യൂണൽ ഇത് പാലിക്കപ്പെടുമോ? സിവിൽ കോടതിയിൽ ആരെങ്കിലും മറ്റൊരാളുടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? അവകാശവാദം ഉന്നയിച്ച ആൾക്കാണ്. അതാണ് സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. ആ ഒരു സംഗതിയാണ്. നോക്കുക, അത് വളരെ വ്യക്തമായും ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. ഇത് വഖഫ് അല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? ബേർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ്? മുനമ്പങ്കാർക്കാ. അവർ തെളിയിക്കേണ്ടത് ഞങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട്, ഞങ്ങളുടെ ഡോക്യുമെൻ്റൊക്കെ ക്ലിയറാണ് എന്നല്ല. അങ്ങനെ ഞങ്ങളുടെ ഡോക്യുമെൻ്റ് ക്ലിയർ ആയതുകൊണ്ട് കാര്യമില്ല. ഇത് വഖഫ് അല്ല എന്ന് മുനമ്പങ്കാർ തെളിയിക്കണം. ഇതാണ് വഖഫ് ട്രൈബ്യൂണലിലെ പ്രൊസീജിയർ. അപ്പോൾ എങ്ങനെയാണിത് സിവിൽ കോടതിയുടെ പ്രൊസീജിയറുമായിട്ട് എങ്ങനെയാണ് ചേർന്ന് പോകുന്നത്? 2, എവിഡൻസ് ആക്ട്. സിവിൽ കോടതിയിൽ ഈ അവകാശവാദം ഉന്നയിക്കപ്പെട്ട സ്ഥലത്തിൻ്റെ ഉടമകൾ ചെന്നിട്ട് ഇത് ഞങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ കൃത്യമായിട്ട് വാങ്ങിച്ചതാണ്, ഇത്രയും വർഷമായി, അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അനുകൂലമാണ്. സിവിൽ കോടതിയിൽ ലിമിറ്റേഷൻ ആക്ട് ഉണ്ട്. അതായത് ഒരു വ്യക്തിപരമായ ഭൂമി വിഷയങ്ങളോ മറ്റോ പ്രോപ്പർട്ടി കാര്യങ്ങളോ ആണെങ്കിൽ 12 വർഷം, അല്ല സർക്കാരിൻ്റേതാണെങ്കിൽ 30 വർഷം. അപ്പം ഇങ്ങനെ ലിമിറ്റേഷൻ ആക്ട് സിവിൽ കോടതിക്ക് അത് അവിടെ അപ്ലൈ ചെയ്യപ്പെടും. എന്നാൽ ട്രൈബ്യൂണലിൽ അതുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വഖഫ് ട്രൈബ്യൂണലിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ന്യായമായ അവരുടെ അവകാശങ്ങൾ എങ്ങനെ സ്ഥാപിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്? ലിമിറ്റേഷൻ ആക്ട് എടുത്തു കളഞ്ഞിരിക്കുന്നത് 107 സെക്ഷനിലാണ്. വഖഫ് ആക്ട് 1995 ലിമിറ്റേഷൻ ആക്ട് വഖഫ് പ്രഖ്യാപന കാര്യത്തിൽ അപ്ലൈഡ് അല്ലാത്രേ. അതായത് 1000 വർഷങ്ങൾക്ക് മുൻപുള്ളതിനു മേലും അവകാശവാദം വഖഫ് ബോർഡിന് ഉന്നയിക്കാം. ഇത് എന്താണ്? ഇന്ത്യക്കൊരു മതമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മതേതര രാഷ്ട്രമെന്ന് ഇതുവരെ കരുതിയിരുന്ന നമ്മൾ ചോദിച്ചു പോവുകയാണ്, എന്താണ് ശരിയത്ത് നിയമമാണോ ഇന്ത്യയുടെ ഭരണഘടന? ശരിയത്ത് നിയമത്തിൽ പറയുന്ന കാര്യമാണ് ഇവിടെ നടക്കേണ്ടത് എങ്കിൽ ഇന്ന് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ പരാതി കൊടുത്തിരിക്കുന്നത് വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നതാണ് തത്വം എന്ന് പറഞ്ഞിട്ടാണ്. വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നതാണ് തത്വം. അപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു വെച്ചാണ് ജീവിക്കേണ്ടത്? ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ബാധകമായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണോ അതോ ശരിയത്ത് നിയമമാണോ? പിണറായി വിജയന് എന്താണ് പറയാനുള്ളത്? ഇവിടെ നമ്മൾ ഇതാണ് തത്വം. ആരുടെ തത്വം? ആരുടെ തത്വം? മുഖ്യമന്ത്രിയുടെ തത്വമാണോ? കേരള സർക്കാരിൻ്റെ തത്വമാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ തത്വമാണോ? വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഭരണഘടനാ വിരുദ്ധത എന്ന് പറയാനായിട്ടാണെങ്കിൽ മറ്റൊന്ന് 108A സെക്ഷൻ 108A കുടിയൊഴിപ്പിക്കാം. അതിനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ട്. അത് നിലവിലുള്ള മറ്റെല്ലാ നിയമങ്ങളെക്കാളും മുകളിലായിരിക്കും. അതായത് ട്രൈബൽസിനെ സംരക്ഷിക്കാനുള്ള നിയമം ഇവിടെ ഉണ്ട്. അവരുടെ ഭൂമി ആരും കയ്യേറരുത് എന്നാണ്. പക്ഷേ വഖഫ് ആണെങ്കിൽ ട്രൈബൽസിൻ്റെ ഭൂമിയും ആ നിയമത്തെയും അതിജീവിക്കും. SC ST പ്രൊട്ടക്ഷൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലെ നിയമം ഇന്ന് നിലവിലുള്ള നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊക്കെ മുകളിൽ ശരിയത്ത് നിയമം നിൽക്കും എന്നാണ് 1995 വഖഫ് ആക്റ്റും അതിനെ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് മൂർഖൻ രാജ വെമ്പാലയായി മാറിയ അത് നീർക്കോലി പക്ഷേ നെഹ്റുവിൻ്റെതാ
നെഹ്റു 1954 കൊണ്ടുവന്നത് ഒരു നീർക്കോലിയാണ്. ഇത് സാറിൻ്റെ ഇത് തന്നെയാണ് കേട്ടോ, എൻ്റെ അല്ല, സാറ് പറഞ്ഞത്. അപ്പോൾ 1954 നെഹ്റു കൊണ്ടുവന്ന നീർക്കോലി, 1995 നരസിംഹറാവു കൊണ്ടുവന്നപ്പോൾ അത് മൂർഖൻ, 2013 മൻമോഹൻ സിംഗ് കൊണ്ടുവന്നപ്പോൾ അത് രാജ വെമ്പാല. ഇപ്പോൾ മനുഷ്യർക്ക് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, ഓടാനും വയ്യ എന്ന അവസ്ഥയിലാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വളരെയേറെ സങ്കടമുണ്ട്. ആ സങ്കടം മുനമ്പം ഭൂസംരക്ഷണ സമിതി ഈ സമരം കൊണ്ടുപോകുന്ന രീതികളെക്കുറിച്ചാണ്. സമരം എന്ന് ഞാൻ പറയുമ്പോൾ സമരത്തെക്കുറിച്ച് ഷാജൻ സെറിയ സാറ് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് മിണ്ടുന്നില്ല. പക്ഷേ കേസ് കൊടുക്കുന്ന കാര്യത്തിലെങ്കിലും ഒരു കേസ് നമ്മൾ കൊടുത്താൽ ആ കേസ് ഏറ്റവും ശക്തമായ വാദഗതികൾ ട്രയൽ കോടതിയിൽ അവതരിപ്പിക്കണമെന്നും അതിശക്തമായ തെളിവുകൾ അവിടെ എത്തിക്കണമെന്നും നിർബന്ധമില്ലാത്ത ആരാണ് കേസിന് പോകുന്നത്? ആരാണ് കേസിന് പോകുന്നത്? പക്ഷേ വളരെ തെളിച്ച് ഞാൻ പറയുകയാണ്, ജോഷി മയ്യാറ്റിലച്ചൻ പറയുകയാണ്, കേരള കത്തോലിക്ക സഭയിൽ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ പറയുകയാണ്, മുനമ്പം ഭൂസംരക്ഷണ സമിതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ തികച്ചും കക്ഷി രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുകൊണ്ടുള്ള കേസ് നടത്തിപ്പാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ട്രയൽ കോടതിയിൽ എത്തിയിട്ടില്ല. ചതിയന്മാരെ വിശ്വസിക്കാൻ മാത്രം മണ്ടത്തരം കാണിച്ചുകൊണ്ട് ട്രയൽ കോടതിയിൽ അല്ലെങ്കിൽ ട്രൈബ്യൂണൽ കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്ന സകല സംഗതികളും എല്ലാ ഡോക്യുമെൻറ്റുകളോടുകൂടി പഠിച്ച് എല്ലാം കയ്യിൽ താലത്തിൽ വെച്ച് കൊടുത്തിട്ട് പോലും എന്തിന് പ്രഗത്ഭനായ അഡ്വക്കേറ്റ് കൃഷ്ണനുണ്ണിയെ നേരിട്ട് പോയി, തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് വന്നു, ഞാൻ ആലുവയിൽ നിന്ന് നേരിട്ട് പോയി സംസാരിച്ചൊക്കെ വച്ച് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്സ് എല്ലാം ട്രൈബ്യൂണലിൽ എത്തിക്കണമെന്ന നിർബന്ധത്തോടെ ഒരു മുനമ്പംകാരനെ അതിൽ കക്ഷി ചേർക്കാൻ ഒരുക്കിയെല്ലാം നിർത്തിയിട്ട് അവസാന നിമിഷം പാലം വലിച്ചിട്ട് പറഞ്ഞു, OA വേണ്ട, ഒറിജിനൽ ആപ്ലിക്കേഷൻ വേണ്ട. അതായത് പുതുതായ അല്ലെങ്കിൽ അതിശക്തമായ വാദങ്ങളൊന്നും വേണ്ട. പിന്നെ എന്താ കൊടുക്കേണ്ടത്? ഫാറൂഖ് കോളേജിൻ്റെ ചേർന്നൊരു കക്ഷി ചേർന്നാൽ മാത്രം മതി. ഫാറൂഖ് കോളേജ് വാദിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് ബാക്കപ്പ് ചെയ്യാനുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞ് ജോർജ് പൂന്തോട്ടം എന്ന ഒരുപക്ഷെ UDF സർക്കാർ വരുമ്പോൾ അടുത്ത അഡ്വക്കേറ്റ് ജനറൽ ആകും എന്നൊക്കെ ചിലരെങ്കിലും കരുതുന്ന ഒരാളെ അഡ്വക്കേറ്റായിട്ട് വെച്ചിട്ട് 2 കേസുകൾ ഫാറൂഖ് കോളേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മഹാനായ അഡ്വക്കേറ്റ് പോയി കക്ഷി ചേർന്ന് എവിടെയാണെന്നറിയാവോ? ഒരെണ്ണത്തിൽ മാത്രം. നിങ്ങൾ തിരിച്ചറിയണം ഇതിൻ്റെയൊക്കെ പിന്നിലെ ദുരുദ്ദേശങ്ങൾ. ചതി, തുടക്കം മുതൽ ഞാൻ പറയുകയാണ്, ചതി, അതിശക്തമായ ചതി ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ഇരകളായി മാറാൻ മുനമ്പം ഭൂസംരക്ഷണ സമിതി ഇരകളായി സ്വയം വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു ദയനീയമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ വാദങ്ങളൊന്നുമില്ല, തെളിവുകളൊന്നുമില്ല, ആകപ്പാടെ ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയാവോ? ജസ്റ്റിസ് രാജൻ തട്ടിൽ ചോദിച്ച കാര്യം രജിസ്ട്രിയിലേക്ക് എഴുതിയെടുത്തില്ലല്ലോ. 1954 വഖഫ് ബോർഡ് വന്നതല്ലേ, രജിസ്ട്രിയിൽ എഴുതിയെടുക്കണം എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ രജിസ്ട്രിയിലേക്ക് എഴുതിയെടുക്കാത്തൊരു ഭൂമി വിൽക്കുന്നത് തെറ്റാണോ? ഇന്ന് സുപ്രീം കോടതിയിൽ ഇതേ വിഷയം അവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ കാറിൽ കേട്ട് വരിക. സുപ്രീം കോടതിയിൽ ചോദിക്കുകയാണ്, അങ്ങനെ രജിസ്ട്രിയിലേക്ക് എഴുതിയെടുക്കാത്തത് മഹാ അപരാധമാണോ? രജിസ്ട്രിയിലേക്ക് എഴുതി ചേർക്കാത്തത് ആരുടെ കുറ്റം? മുത്തവല്ലിയുടെ കുറ്റമല്ലേ ആകുന്നുള്ളൂ. അത് വഖഫ് ബോർഡിൻ്റെ ഒരു ഉത്തരവാദിത്വക്കുറവായിട്ട് എങ്ങനെ കരുതാൻ കഴിയും?
ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ചോദിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മുനമ്പം ഭൂസംരക്ഷണ സമിതി കേസ് നടത്തുന്നത് തോൽക്കാൻ വേണ്ടി എന്ന രീതിയിലാണ്. അത് കൈയടിക്കാൻ എനിക്ക് തോന്നുന്നില്ല, സങ്കടമാണ്, കരയാനാണ് തോന്നുന്നത്. തോൽക്കാൻ വേണ്ടി നടത്തുന്നൊരു കേസ് ദയവ് ചെയ്ത് ഇപ്പോൾ നാളെ പുതിയ ഒരു ജസ്റ്റിസ് ചാർജ് എടുക്കുകയാണ്. ദയവ് ചെയ്ത് എനിക്ക് മുനമ്പം ഭൂസംരക്ഷണ സമിതിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ദയവ് ചെയ്ത് അതിൽ OA ആയി കക്ഷി ചേരാൻ ഒരാളെ കണ്ടുപിടിക്കുകയും ബഹുമാനപ്പെട്ട സ്റ്റാലിൻ ദേവൻ സാറ് ഡോക്യുമെന്റുകൾ പഠിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള അക്കാര്യങ്ങൾ, അതായത് മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിന് ഈ ഭൂമിയുടെ മേൽ ഒരധികാരവും ഉണ്ടായിരുന്നില്ലെന്നും അത് കള്ളപ്രമാണമുണ്ടാക്കി ചെയ്തതാണെന്നുള്ളതിൻ്റെ തെളിവുകൾ. 2, ആമിന എന്ന ഒരു മൈനറിൻ്റെ നിയമപരമായ അവകാശം നിലനിൽക്കെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ, പ്രായപൂർത്തിയാകുമ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിലനിൽക്കെ 11 വയസ്സ് മാത്രമുള്ള ആ സമയത്ത് സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഈ മനുഷ്യന് അതെങ്ങനെ വഖഫ് ചെയ്യാൻ കഴിയുമായിരുന്നു? പൂർണ്ണമായും സ്വതന്ത്രമായ ഭൂമിയല്ലേ വഖഫ് ചെയ്യാനാകൂ? അത് സാറ് തന്നെ ചോദിച്ചിട്ടുള്ള 2ാമത്തെ ചോദ്യമാണ്. ഇതുപോലെ സുപ്രധാനങ്ങളായ തെളിവുകളോടുകൂടി ഒത്തിരി കാര്യങ്ങൾ ട്രൈബ്യൂണലിന് മുന്നിൽ അവതരിപ്പിക്കണം എന്ന് ഞാൻ മുനമ്പം ഭൂസംരക്ഷണ സമിതിയോട് വളരെ എളിമയോടെ ഞാനിത് അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പം മാത്രമല്ല, ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, ട്രൈബ്യൂണലിൽ പോകണമെന്ന് സ്റ്റാലിൻ ദേവൻ സാറും ഞാനും മാറി 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 അവരോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അവസാന നിമിഷം ചെന്നിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് എന്തു പറ്റി? അവസാനം ഇപ്പം ശരിയാക്കി തരാമെന്ന്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച ഈ സംഘാടകരോടുള്ള പ്രത്യേകമായ നന്ദി. പ്രത്യേകിച്ച് നിങ്ങൾ, ഞാനിവിടെ വേണമെന്ന് നിർബന്ധം പുലർത്തിയത്, എനിക്ക് വേറെ കാര്യങ്ങൾ ഒഴിവാകാൻ പക്ഷേ ആ ഡേറ്റ് വരെ നിങ്ങൾ നോക്കിയതിന് വളരെയേറെ സന്തോഷമുണ്ട്. ഇത് മുനമ്പം തീർച്ചയായും വിജയിക്കും, ഒരു സംശയമില്ല. മുനമ്പം ജനത വിജയിക്കും, ഇന്ത്യൻ ജനത വിജയിക്കും. നമ്മുടെ ഭരണഘടന വീണ്ടും ഉറപ്പിക്കപ്പെടും, നമ്മുടെ മതേതരത്വം വീണ്ടും ഉറപ്പിക്കപ്പെടും. പക്ഷേ അതിനുള്ള ചില കാലതാമസം നമുക്ക് വരും. പുതിയ നിയമത്തിലെ 108B പറയുന്നത്, ഇപ്പറയുന്ന ആക്ട് പാസ്സായതിനു ശേഷം അതിൻ്റെ റൂൾസ് അഥവാ ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കണം. കേന്ദ്ര ഗവൺമെൻറ് അത് തയ്യാറാക്കിയിട്ട് പാർലമെൻറ്റിലെ 2 സഭകളിലും അവതരിപ്പിക്കണം. അങ്ങനെ 2 സഭകളും പാസ്സാക്കുന്നതായിരിക്കും പിന്നീട് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ 2A വ്യക്തമായും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. പക്ഷേ സുപ്രീം കോടതിയിൽ കേസുള്ളതുകൊണ്ട് നീണ്ടുപോകുന്നു. അല്ലാതെ VD സതീശൻ പറയുന്ന പോലെ ഇപ്പോൾ അവരൊക്കെ എവിടെ, ഇപ്പം ശരിയാക്കുമെന്ന് പറഞ്ഞല്ലോ, എന്തായി എന്നൊക്കെ ചോദിക്കുന്ന ആ നാണം കെട്ട ചോദ്യങ്ങൾ, യുക്തിരഹിതമായ ആ ചോദ്യങ്ങൾ, അവ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുക. താങ്ക് യു.